വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. സിദ്ദീഖ് കാപ്പന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യഘട്ടം മുതൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ ഇതുവരെയായിട്ടും UP പോലീസിന് കൃത്യമായ ഒരു റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ UP പോലീസ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വിവരങ്ങളൊക്കെ അത് തീർത്തും വ്യാജമാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ട സത്യമാണ്. പിന്നെ എന്തിനാണ് സിദ്ദീഖ് കാപ്പനെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ചില ആളുകൾ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായതുകൊണ്ടാണ് അയാളെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. എന്നാൽ പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയല്ല. ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് തെറ്റുമല്ല. അങ്ങനെ ഇരിക്കവേ പോപ്പുലർ ഫ്രണ്ടുകാരനായ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കേസിൽ പിടിച്ചകത്തിടാം എന്നുണ്ടോ? തീർത്തും ഭരണഘടനയ്ക്ക് എതിര് തന്നെയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദീഖ് കാപ്പനെ കുടുക്കിയതാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഓർഗനൈസറിന്റെ അസോസിയേറ്റ് എഡിറ്റർ. ഓർഗനൈസർ എന്ന് പറയുന്നത് RSSന്റെ മുഖപത്രമാണ്. ഇതിന്റെ അസോസിയേറ്റ് എഡിറ്റർ ആയിട്ടുള്ള ശ്രീദത്ത് സിദ്ദീഖ് കാപ്പനെ കുറിച്ചിട്ടുള്ള ചില വിവരങ്ങൾ UP പോലീസിന് കൈമാറി എന്നുള്ളതാണ്. എന്താണ് ഈ കൈമാറിയ വിവരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീദത്ത് തന്നെ ജനം TVക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നു, ഇദ്ദേഹവും പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ UP പോലീസിന് കൈമാറിയത് എന്ന്. അതായത് ഓർഗനൈസറിന്റെ ശ്രീദത്ത് ഈ കേസിലെ ഒരു മുഖ്യ സാക്ഷിയാണ് എന്നാണ് തേജസ് ന്യൂസ് വ്യക്തമാക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നവമാധ്യമങ്ങളിൽ വന്നതിന് പിന്നാലെ ശ്രീദത്തിന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ ജനം TV ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ വാർത്തയിൽ ശ്രീദത്തുമായിട്ടുള്ള അഭിമുഖവുമുണ്ട്. ജനം TV പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ ശ്രീദത്തിനെ കൊല്ലാൻ അഥവാ വധിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അഥവാ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അത്തരത്തിലുള്ള ഭീഷണികൾ ശ്രീദത്തിന് നേരെ വരുന്നു എന്നുള്ളതാണ് ജനം TVയുടെ വാർത്ത വ്യക്തമാക്കുന്നുള്ളത്. ഈ വാർത്തയിൽ ഇദ്ദേഹം ഞാൻ UP പോലീസിന് സിദ്ദീഖ് കാപ്പന്റെ വിവരങ്ങൾ കൈമാറി എന്നുള്ളത് ശ്രീദത്ത് തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ സിദ്ദീഖ് കാപ്പനെ തടവറയിൽ വെക്കാം എന്നുണ്ടോ? അല്ലെങ്കിൽ ഹാത്രസിൽ ഒരു ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നതിന് ഒരു തെളിവും ഇന്നേ വരെ UP പോലീസിന്റെ കൈകളിൽ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒരു നിരപരാധിയായ മനുഷ്യന് നേരെ വിവരങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് ഈ പറയുന്ന ശ്രീദത്തിന് നേരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ച നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.